ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്ത്യനായിക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. ശക്തി ക്ഷയിച്ചവരെ ആകുലരാകാതെ അണയാമീ നിമിഷം. പാതി തകർന്നവരെ ശക്തി ക്ഷയിച്ചവരെ ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ ആകുലരെ ബന്ധിതരെ പീഡിതരെ യേശുവിനരികെ അണയാം. രോഗികളെ ആകുലരെ ബന്ധിതരെ പീഡിതരെ യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഒരിക്കൽ കൂടി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ കരുണയും സ്നേഹവും നമുക്ക് പകർന്നു തരുവാനായിട്ട്
ചെറിയൊരപ്പത്തിൻ്റെ രൂപത്തിലായിരുന്നു കൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വലിയ സ്നേഹത്തെപ്പറ്റി അറിയുവാൻ, അറിഞ്ഞ ആ സ്നേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഏറ്റവും വലിയ സ്ഥാനം നൽകിക്കൊണ്ട് നമ്മുടെ സർവ ശക്തിയോടും പൂർണ്ണ മനസ്സോടും നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളോടും കൂടി കർത്താവിനെ സ്നേഹിക്കുവാൻ ഈ കരുണയുടെ പുണ്യ നിമിഷങ്ങളിൽ നമുക്ക് ശ്രമിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹമായി കരുണയായിട്ട് കടന്നു വരുന്നു. ഈ ദൈവത്തെ നാം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഒരിക്കൽ കൂടി ഈശോ ദിവ്യകാരുണ്യമായി തൻ്റെ സ്നേഹവും കരുണയും നമുക്ക് പകർന്നു തരുവാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതെ, പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ കൃപ, ഏറ്റവും വലിയ അഭിഷേകം, ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി തരുമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഏറ്റവും വലിയ കൃപ, അഭിഷേകം യേശു ക്രിസ്തുവാണ്. ആ ഈശോയെ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അറിയുവാൻ, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ ഈ പുണ്യ നിമിഷങ്ങളിൽ കർത്താവ് വലിയ ശക്തി അവൻ്റെ കരുണയിലൂടെ, സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഈശോയെ സ്വീകരിക്കാതെ, ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ജീവിതത്തിൽ അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഈശോയെ അറിയാതെ, ഈശോയെ സ്നേഹിക്കാതെ മറ്റു പലതിൻ്റെയും പുറകെ നമ്മൾ പോകുമ്പോൾ, മറ്റു പലതിനും വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നാം മനസ്സിലാകാതെ പലപ്പോഴും പോകാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പലരും പറയാറുണ്ട് വലിയ കടബാധ്യതയാണ്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ പല രോഗങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹം ഒരുപാട് നാളായി നടക്കാതെ വിവാഹ തടസ്സങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവാം. ജോലിയില്ലാത്ത അവസ്ഥകൾ നമുക്കുണ്ടാവാം. അതുപോലെ തന്നെ
കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, നമ്മുടെ കുടുംബത്തിലെ പലരും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി പോയിട്ടുള്ള അവസ്ഥകൾ, ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥമായ ജീവിതത്തിലെ പ്രശ്നമെന്നത് നമ്മുടെ എല്ലാം പ്രശ്നങ്ങളെയും ഏറ്റെടുക്കുവാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആ ശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുമെന്ന ആ വലിയ വിശ്വാസവും ബോധ്യവുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിനുമുണ്ടായിരുന്നു ഒരു പ്രശ്നം. എന്തായിരുന്നു അവരുടെ പ്രശ്നം? ആ കല്യാണ വിരുന്നിൽ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്നതല്ല. എത്ര വീഞ്ഞ് തീർന്നു പോയാലും പുതുവീഞ്ഞ് അവർക്ക് നൽകുവാൻ കഴിവുള്ള കർത്താവ് അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന കാര്യം, ഈശോ ആരാണ് എന്ന് അവർക്കുണ്ടായ അറിവില്ലായ്മ, പ്രിയമുള്ളവരെ, ഇതായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിലെ ആ വീട്ടുകാരുടെ പ്രശ്നം. എന്നാൽ ഈശോ ആരാണ് എന്ന് അറിഞ്ഞിരുന്ന പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. പ്രിയമുള്ളവരെ, ഈശോ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞാൽ, നാം ഈശോയുടെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുവാൻ കഴിയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് ഏറ്റെടുക്കും. ഈ വലിയ ബോധ്യത്തോടെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണം. സിയനയിലെ വിശുദ്ധ ക്യാതറിനോട് ഒരിക്കൽ ഈശോ പറയുകയുണ്ടായി, നീ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന്. ഇതുതന്നെയാണ് ഇന്ന് ഈശോ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. നിങ്ങൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം. അതുതന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെങ്കിലും കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഫലമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമാണ് എന്ന്. പ്രിയമുള്ളവരെ, 2 രീതിയിലാണ് ഈശോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഒന്നാമതായിട്ട് തന്നെ നൽകിക്കൊണ്ട്, ശരിയായ രീതിയിൽ ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ നമ്മളുമായി സജീവമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമുക്ക് നൽകുന്ന വലിയ ആനന്ദമുണ്ട്, വലിയ സൗഭാഗ്യമുണ്ട്, വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളുടെയും ആകുലതകളും വേദനകളും അതിജീവിക്കുന്നതിനുള്ള കരുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോ നൽകുന്ന ഉന്നതമായ സ്നേഹത്തിൽ ഈശോ മാത്രം എനിക്ക് മതിയെന്ന ആ സ്നേഹത്തിൻ്റെ ഏറ്റവും അമൂല്യമായ സ്നേഹാനുഭവത്തിൽ, ആ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോകവും ഈ ലോകത്തിൻ്റെ സുഖങ്ങളുമെല്ലാം ത്യജിക്കുവാനും കർത്താവിന് മാത്രമായിട്ട്
ജീവിക്കുവാനുമുള്ള ആ മനസ്സിൻ്റെ തുറവി എനിക്കെൻ്റെ ഈശോ മതി. എനിക്കെൻ്റെ ഈശോയെ സ്നേഹിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുരിശുകൾ ഉണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ ദൈവാനുഭവം എന്ന് പറയുന്നത്. ഇങ്ങനെ ആ വലിയ ദൈവാനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർത്താവ് നമ്മെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഫലമായി ആത്മീയമായ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുന്നതായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈശോ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇടപെടലുകളിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റും എന്നതാണ്. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുത രോഗശാന്തികളും സാമ്പത്തിക മേഖലയിൽ വലിയ വിടുതലുമൊക്കെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ കർത്താവ് വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുമ്പോൾ, ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടുതൽ കൂടുതൽ നമ്മൾ ഈശോയെ സ്നേഹിച്ച് നമ്മുടെ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് അവസരങ്ങൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈശോയെ സ്നേഹിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോയിൽ നിന്ന് ഒരുപാട് ആത്മീയ കൃപകളും വരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഈ ആത്മീയ കൃപകളും വരങ്ങളുമൊക്കെ ഉപയോഗിച്ച് കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നാം ശ്രമിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെ, വിശുദ്ധിയോടെ എൻ്റെ ഈശോയെ എന്ന് വിളിക്കുവാൻ ആത്മീയമായ ആ കരുത്ത് നമുക്ക് ലഭിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ഈശോയെ എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന ആ ഭാഗ്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ബൈബിള് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ച് ധ്യാനിച്ച ഭാഗങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാംസം ധരിച്ച് നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ ഈശോയെ അറിയുവാൻ, ഈശോയെ സ്നേഹിക്കുവാനുള്ള വലിയ ഭാഗ്യമാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനുള്ള ഭാഗ്യം കിട്ടുക എന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നത്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധിയോടെ നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെയാണ് പാപികളായി നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികൻ്റെ മുമ്പിൽ, അതെ, അത് ഈശോ തന്നെയാണ്. ഈശോയുടെ മുമ്പിലേക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ കർത്താവ് തൻ്റെ വലിയ കരുണ, സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുകയാണ്. എത്ര വലിയ ഭാഗ്യമാണ്! ഈശോ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു. ഈശോ നമ്മളെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഒരുപക്ഷെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുവാനുള്ള പല ബ്ലോക്കുകൾ മാറുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിടുതലിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നത് എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഈശോയെ സ്നേഹിക്കുവാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഈശോയെ അത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നതുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്നത്. കർത്താവിൻ്റെ
കരുണയ്ക്കായിട്ട്, സ്നേഹത്തിനായിട്ട്, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റി സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണയുടെ ഈ തിരുമണിക്കൂറിൽ ഇന്ന് നമുക്ക് പ്രത്യേകം എൻ്റെ ഈശോയെ എനിക്ക് സ്നേഹിക്കണം, എൻ്റെ ഈശോയെ എനിക്കറിയണം, എൻ്റെ ഈശോയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം ഞാൻ കൊടുക്കുന്നത്, അവൻ കഴിഞ്ഞേ ഈ ജീവിതത്തിൽ മറ്റാരോ മറ്റെന്തെങ്കിലുമൊക്കെ ഉള്ളൂ എന്ന വലിയ ബോധ്യത്തോടെ കരുണയുടെ കൊന്ത ചൊല്ലി ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഓൺലൈനിലായിരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനുള്ള കൃപയും അഭിഷേകവും കർത്താവ് കരുണയായി സ്നേഹമായിട്ട് അവരുടെ ജീവിതത്തിന് പകർന്നു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യമായിട്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. അവരുടെ ജീവിത പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കാനഡയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിജിലച്ചനെയും റോമിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛനെയും നമുക്ക് പ്രത്യേകം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണൂർ ഉളിക്കൽ അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരീസ് ഭവൻ ടീമിനെ പ്രത്യേകം ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥയും എല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം.
ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന. കന്യമറിയമേ സ്വർഗത്തിൻ വാതിലെ സ്ലീഹർക്കു തായ നീ മർത്യർത്തൻ പുണ്യമേ. കന്യമറിയമേ സ്വർഗത്തിൻ വാതിലെ സ്ലീഹർക്കു തായ നീ മർത്യർത്തൻ പുണ്യമേ. സ്നേഹത്തിൻ നിറവിനാൽ വാഴ്ത്തി സ്തുതിക്കുന്നു അമ്മേ മരിയേ കന്യാംബികേ. സ്നേഹത്തിൻ നിറവിനാൽ വാഴ്ത്തി സ്തുതിക്കുന്നു അമ്മേ മരിയേ കന്യാംബികേ. കനിവിൻ്റെ അമ്മേ കൃപയാലെ കാക്കണേ ആവേ മരിയ ആവേ മരിയ. കനിവിൻ്റെ അമ്മേ കൃപയാലെ കാക്കണേ ആവേ